Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ജൂലൈ 8 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ബികോം സെക്കൻഡ് സെമസ്റ്റർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാണാത്തവരാണെങ്കിൽ കാണാം. നെക്സ്റ്റ് നമുക്ക് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ചെയ്യാനുണ്ട്. ഇന്നോ നാളെയോ ആയിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ പാർട്ട് സിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ അഡ്മിഷൻ്റെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താണ്? സിലബസിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ 5 മൊഡ്യൂള്, ആദ്യത്തെ മൊഡ്യൂള് സിംഗിൾ എൻട്രി ആണ്. ബാക്കി മുഴുവൻ കമ്പനി അക്കൗണ്ട്സ് ആണ്. 4 essay വരും നമുക്ക്. അതിൽ ഒരു തിയറി 3 പ്രോബ്ലംസ് ആണ് വരാറ്. അപ്പോൾ പ്രോബ്ലം പഠിക്കാണ്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ essay വരാറ് ഓട് 1 ആയിട്ട് നിൽക്കുന്ന സിംഗിൾ എൻട്രിയിൽ നിന്ന് ഒരു essay കമ്പൽസറി ആയിട്ടും വരാറുണ്ട്. നമ്പർ 1 എന്നാ പിടിച്ചോ. ആദ്യത്തെ സിംഗിൾ എൻട്രി സിസ്റ്റം, ഇതിലത്തെ എന്താണ് പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലേ വരയ്ക്കാനും, അതുപോലെ തന്നെ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഫസ്റ്റ് മെത്തേഡാണ് SIക്ക് വരാറ് കേട്ടോ. കൺവേർഷൻ മെത്തേഡിൽ ശരിക്കും പറഞ്ഞാൽ പാർട്ട് ബിയിലാണ് ഒരു 5 മാർക്കിൻ്റെ ചോദ്യം വരാറ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ ആദ്യത്തെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു SI ക്വസ്റ്റ്യൻ. ദെൻ നമ്പർ 2 എന്ന് പറയുന്നത് ഇഷ്യൂ ഷെയർസിൻ്റെ, കമ്പനി അക്കൗണ്ട്സിലെ ഇഷ്യൂ ഷെയർസിൻ്റെ ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ആണ്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഇഷ്യൂ ഷെയർസ് പ്രോബ്ലം, അതിൻ്റെ ജേണൽ എൻട്രി നല്ല രീതിയിൽ പഠിക്കുക. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് വരിക. ജേണൽ എൻട്രീസ് എഴുതാൻ വേണ്ടിയിട്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം. റിപ്പീറ്റ് ആണ് കേട്ടോ. ഇഷ്യൂ ഓഫ് ഷെയർസിന് എഴുതിയില്ല അല്ലേ, ഇഷ്യൂ ഓഫ് ഷെയർസ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രണ്ടാമത്തെ SI എന്ന് പറയുന്നത്. നമ്പർ 3, എല്ലാ പേപ്പറിലും ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനിയുടെ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനി, അത് നിർബന്ധമായിട്ടും മറ്റൊരു SI പ്രോബ്ലം, P&L ബാലൻസ് ഷീറ്റും ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 3 പ്രോബ്ലം നമുക്ക് എല്ലാ പേപ്പറിലും എന്തായാലും പ്രതീക്ഷിക്കാൻ നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ ഒരു തിയറി എന്ന് പറയുന്നത് ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് വരാറ്. അത് ഒന്നെങ്കിൽ IFRSൻ്റെ തിയറി, IFRS എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് അതായിരിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ സ്കോപ്പ്, അങ്ങനെ IFRSനെ പറ്റിയിട്ടുള്ള ഒരു തിയറി ചോദ്യം. ദെൻ പിന്നെ സെയിം എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്, അക്കൗണ്ടിങ് തിയറിയുള്ള മറ്റൊരു ചോദ്യമാണ്. സ്റ്റാൻഡേർഡ് മാറി വരാം. സ്റ്റാൻഡേർഡ്സ് എന്താണ്, അതിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു തിയറി ചോദ്യമുള്ളത്. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ള ചോദ്യങ്ങൾ. ദെൻ ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിബഞ്ചറിൻ്റെ ഒരു പ്രോബ്ലം ഇട്ടിട്ടുണ്ട്, ഒറ്റ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ബട്ട് ഡിബഞ്ചറിൻ്റെ പ്രോബ്ലം ശരിക്കും SIക്ക് ഇടാറില്ല. അതിലോട്ട് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഏരിയാസിൽ നിന്ന് 2 എണ്ണം
എസ് എ കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ എൻട്രിയിൽ നിന്ന് എന്തായാലും ഒരു എസ് എ ഉണ്ടാവും. ഇതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയുള്ള 2 എസ് എ ഏതെന്ന് അറിയൂ? ഇഷ്യൂ ഷെയർസ് ഫുൾ മാർക്ക് അടിക്കാം ആ എൻട്രി പിടിച്ചാൽ. ഫൈനൽ അക്കൗണ്ട് ഓഫ് കമ്പനി. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ എൻട്രിയും പിടിക്കാം, ഫസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഇതാണ് നമുക്ക് എല്ലാ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉറപ്പായും പ്രതീക്ഷിക്കേണ്ട 4 എസ് എ. ഇതിൽ 2 എഴുതിയാൽ മതി. അപ്പോൾ പ്രോബ്ലം പഠിക്കാണ്ട് കാര്യമില്ല. തിയറി ലാസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് ഒരു തിയറി മാത്രമാണ് കണ്ടുവന്നിട്ടുള്ളത് ഇതുവരെ ആയിട്ടുള്ള കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ഡിസ്കഷൻ വീഡിയോ. ഇനി നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.